വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുട്ട പൊരിച്ചുണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഇതൊക്കെ കേട്ടോ നമ്മൾ ഇൻഗ്രീഡിയൻസ്. ഒരു ഉള്ളിയാട്ടോ ഇത്, പിന്നെ 2 പച്ചമുളകുണ്ട്, 3 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കറിവേപ്പില, മല്ലിയില. ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ ചൂടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തക്കാളി യൂസ് ചെയ്തിട്ടില്ല. തക്കാളി യൂസ് ചെയ്യുന്നത് തക്കാളി യൂസ് ചെയ്യാം കേട്ടോ. അതിന് ജസ്റ്റ് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പൊടിപ്പാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസിനൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അതാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടത്ര മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ആവശ്യമുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ ഇനി അതാവുമ്പോഴത്തേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിക്കാം. ഇടയ്ക്കൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് ഓൾറെഡി ഉള്ളിലേക്ക് ഇട്ടതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പിടുന്നില്ല കേട്ടോ. ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം നമുക്ക് നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി യൂസ് ചെയ്യുന്നതൊക്കെ തക്കാളിയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇത് ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മസാലയൊക്കെ നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മസാല യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പച്ചമുളക്, അതായത് മുളക് പൊടിയൊക്കെ നല്ലോണം എരിവൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്കധികം അങ്ങനെ എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു മീഡിയം ലെവലിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ.
അപ്പം നമ്മളെ ബുർജി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.